സർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ കേസുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ കൊച്ചിയിലും ബാംഗ്ലൂരും ഒക്കെ കേസുകളായി, ഡൽഹിയിലും കേസുകൾ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് ബേബി കടന്നു വരികയും പാർട്ടിക്കുള്ളിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഒരു പിണറായി വിരുദ്ധ ചേരി രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നു ദേശീയ തലത്തിൽ. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരായ കേസുകൾ, ഈ വീണയുടെ ഭാവി എന്തായിരിക്കും? ആ കേസുകൾക്ക് എന്ത് സംഭവിക്കും? പ്രശാന്ത്, ഇതിൽ ഈ പിണറായി വിജയൻ ഈ വീണയുടെ കേസ് വരുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയനെതിരെ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാലോ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളക്കള്ളക്കടത്ത്, AI ക്യാമറ, എല്ലാം പിണറായി വിജയനുണ്ടായിരുന്നു. അതെ, ലാവലിൽ തുടങ്ങി ഏതാണ്ട് AI വരെ. അതെ, അതല്ലാതെ തന്നെ പിണറായി വിജയൻ തീർത്തും ജനവിരുദ്ധനാവുന്നു എന്നുള്ള തോന്നൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് തന്നെ വളരെ മുമ്പ് മുതലേ ഉണ്ട്. പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി വന്നപ്പോൾ മുതലുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ നേതാവ്, അയാളുടെ രാഷ്ട്രീയ ഗുരു VS അച്യുതാനന്ദനായിരുന്നു. അപ്പോൾ VS അച്യുതാനന്ദൻ ഈ പാർട്ടിയിൽ സജീവമായിരുന്ന കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ പിണറായി വിജയനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അവബോധമുണ്ടായിരുന്ന ഒരാൾ സീതാറാം യെച്ചൂരി. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, 2001-2006 കാലഘട്ടത്തിലാണ് VS അച്യുതാനന്ദൻ പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുന്നത്. ആ പോരാട്ടം നടത്തുന്ന സമയത്ത് ഞാൻ VSൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് VS പിണറായി വിജയനെതിരെ നടത്തിയിട്ടുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും ആവശ്യമായിട്ടുള്ള രേഖാപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യാവസാനം ചെയ്തത് ഞാനാണെന്നുള്ളതാണ് എൻ്റെ അവകാശവാദം. മനസ്സിലായി. ഇപ്പം ലാവ്ലിൻ കേസിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള രേഖകൾ ആദ്യാവസാനം ശേഖരിച്ച ആൾ ഞാനാണ്. VS എനിക്ക് തോന്നുന്നു ഒരു ഡസൻ കത്തുകളെങ്കിലും VS ഇതുമായി ബന്ധപ്പെട്ട് പോളിറ്റ് ബ്യൂറോ ചെയ്തിട്ടുണ്ട്. ഈ കത്തുകളൊക്കെ ആദ്യം ഡൽഹിയിലെത്തുന്നത് അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സീതാറാം യെച്ചൂരിയുടെ കയ്യിലായിരുന്നു. എന്നിട്ടാണ് പിന്നെ അത് പാർട്ടി സെക്രട്ടറി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പുറത്ത് വിടുന്നില്ല, അത് വേറൊരു ഘട്ടത്തിൽ പറയാം. ഞാനും VSും കൂടി ഞാനും VSും കൂടെ എന്ന് പറയാൻ പാടില്ല, VS ഞാനും കൂടി ഇരുന്ന് സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ അടുത്ത് പലതവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം സീതാറാം യെച്ചൂരി വഴി പോളിറ്റ് ബ്യൂറോ ഇംഗ്ലീഷ് പറഞ്ഞാൽ വെൽ വേഴ്സ്ഡ് ആയിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച്, നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയൻ്റെ ഒരു കോടാലി കൈയായിട്ടാണ് പ്രകാശ് കാരാട്ട് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് തീരുമാനങ്ങൾ നടപടികളൊന്നും വരാതെ. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന സീതാറാം യെച്ചൂരി അവിടെ ഉണ്ടായിരുന്നു. ആ സീതാറാം യെച്ചൂരിയാണ് പിന്നീട് 2 ടേം ജനറൽ സെക്രട്ടറി. പക്ഷേ ആ സമയത്തൊന്നും തന്നെ സീതാറാം യെച്ചൂരിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് ഇതിനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ ആയിരുന്നില്ല, മറിച്ച് പിണറായി വിജയൻ്റെ ക്ലൗട്ട് അത്ര വലുതായിരുന്നു, ശക്തനായിരുന്നു. മനസ്സിലായി? ഒന്ന് പ്രകാശ് കാരാട്ട്, 2 അവിടെ കാര്യങ്ങൾ മുഴുവൻ ദീർഘകാലം തീരുമാനിച്ചിരുന്നത് ഇയാളുടെ വെറും കോടാലി കൈയായിരുന്ന S രാമേന്ദ്രൻപിള്ളയായിരുന്നു. S രാമേന്ദ്രൻപിള്ള ഉപയോഗിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ടിലൂടെ അയാളുടെ പൊളിറ്റിക്കൽ ക്ലൗട്ട് അവിടെ നിലനിർത്തുകയായിരുന്നു. മനസ്സിലായി? കേരളത്തിലെ പാർട്ടി ഘടകം അയാളുടെ കയ്യിലായിരുന്നുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ടിനെ അപ്പോൾ ഇത് കേന്ദ്ര നേതൃത്വത്തിന് അറിയാൻ പാടില്ലെന്നിട്ടായിരുന്നില്ല. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൽ പിണറായി വിജയനുള്ള ക്ലൗട്ട് കാരണം അവർ അശക്തരായിരുന്നു. കൈ കെട്ടിയിട്ടിട്ട് പോലത്തെ ഒരു കയ്യും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയുന്നത് എന്നുപോലെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? ഇപ്പം ഈ പോസ്റ്റ് ഏപ്രിൽ 2 എന്ന് പറയുന്നൊരു വാട്ടർ ഷെഡാണ്. ഇപ്പം എന്താണ് സംഭവിച്ചത്? 2-3 കാര്യങ്ങൾ നടന്നു. ഈ കേസ് ഒരു ഇടിത്തി പോലെ പാർട്ടിയിൽ വന്ന് വീണു. ഈ കേസും ലാവ്ലിൻ കേസും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ലാവ്ലിൻ കേസിൽ ടെക്നിക്കലി പിണറായി പ്രതിയല്ല. കാരണം കുറ്റമുക്തനാക്കിയ പിണറായി വിജയനെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞ CBI അപ്പീലാണ് സുപ്രീം കോടതി കിടന്നത്. വിച്ച് മീൻസ് ടെക്നിക്കലി സ്പീക്കിംഗ് പിണറായി വിജയൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ലാവ്ലിൻ കേസ്. ആസ് ഓഫ് നൗ ഹി ഹാസ് ബീൻ ആക്വിറ്റഡ്. അയാൾക്ക് വിമുക്തനാക്കപ്പെട്ട് നിൽക്കുകയാണ്. മനസ്സിലായി? നാളെ ഇനി വാദം കഴിഞ്ഞിട്ട് പ്രതി ചേർത്താൽ അത് വേറെ കാര്യം. പ്രതി ചേർക്കേണ്ടതാണോ അല്ലേ പ്രതി ചേർക്കുന്നില്ല, അതൊക്കെ വാദങ്ങളൊക്കെ. പക്ഷേ ലാവ്ലിൻ കേസുമായിട്ട് ഇപ്പോൾ സാങ്കേതികമായി പിണറായിക്ക് ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ കേസിൽ അങ്ങനല്ല. ഈ കേസിൽ പിണറായി വിജയൻ്റെ മകൾ
പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. കുറ്റപത്രത്തിൽ പേരുണ്ട്. പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. 2,70,00,000 രൂപയുടെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്നു. കമ്പനി ആക്ടിലെ ഏറ്റവും ശക്തമായ 447 എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ. പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാളെ സമൻസ് വരും. നാളെ വേണമെങ്കിൽ SFIക്ക് അറസ്റ്റ് ചെയ്യാം. അറസ്റ്റിന് അധികാരമുള്ള സംവിധാനമാണ്. അവർ 2 തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അവർ നാളെ കോടതിയോട് പറയുകയാണ് ഞങ്ങൾക്ക് അവരുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം, അതുകൊണ്ട് അറസ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ കോടതിക്ക് കൊടുക്കേണ്ടി വരും. മനസ്സിലായി. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എങ്ങനെയാണ് പിണറായി വിജയൻ്റെ മകൾ ഇതിൽ പ്രതിയായത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പ്രശാന്തും ഞാനും പ്രതിയാവാഞ്ഞത്? എന്തുകൊണ്ടാണ് നമുക്ക് കരിമണൽ കർത്താവ് ₹1.72 പോലും നമുക്ക് തരാതിരുന്നത്? സാറിൻ്റെയും എൻ്റെ അച്ഛൻ മുഖ്യമന്ത്രി അല്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പൈസ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ പിണറായി വിജയൻ്റെ റോള് നമുക്ക് ഇപ്പോൾ വീണാ വിജയൻ്റെ അച്ഛനെന്നുള്ള നിലയിൽ മാത്രമല്ല, പൊളിറ്റിക്കലി വലിയ സ്വാധീനമുള്ള ഒരാളുടെ മകളായതുകൊണ്ടാണെന്ന് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലുണ്ട് എന്നുള്ളതും മാത്രമല്ല, ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ 13(1)B എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. 13(1) എന്ന് പറഞ്ഞ വകുപ്പ് എന്താണെന്ന് വെച്ചാൽ, പബ്ലിക് സെർവൻറ്റ് അനധികൃതമായി പൈസ ഉണ്ടാക്കിയാൽ അതിൻ്റെ സോഴ്സ് വിശദീകരിക്കാൻ ആ പബ്ലിക് സെർവൻറ്റിന് ബാധ്യത ഉണ്ടെന്നുള്ളതാണ് 13(1). അതിൽ B എന്ന് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിൽ പറയുന്നത് പൊതുപ്രവർത്തകനോ അയാൾക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ, അതാണ് 13(1)B. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ്റെ മകൾ ഇല്ലിസിറ്റായി ഉണ്ടാക്കിയ 2,70,00,000 രൂപയുടെ സോഴ്സ് വിശദീകരിക്കാൻ അച്ഛനായ പിണറായി വിജയനും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ബാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ. രണ്ടാമത്തെ പോയിന്റ്, ഇത് PMLA ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് ഒഫൻസാണ്. ഇത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലെ സെക്ഷൻ 29 ഇവിടെ ബാധകമാകുമ്പോൾ ഇടിക്കുന്ന ആളെ വേണമെങ്കിൽ വരാം. മനസ്സിലായി. അപ്പോൾ ഇതിലെല്ലാം തന്നെ മകൾക്ക് മാത്രമല്ല അച്ഛനും ഇതിൽ ഡയറക്റ്റ് കൾപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ. അങ്ങനെ പോകുമ്പോൾ അതെല്ലാം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ മേൽ സമ്മർദ്ദങ്ങളായി വരും. ഉദാഹരണത്തിന് നാളെ സമൻസ് വരുമ്പോൾ ബേബി അഭിപ്രായം പറയേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. നാളെ ചിലപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യും, പോളിറ്റ് ബ്യൂറോയ്ക്ക് തീരുമാനം എടുക്കേണ്ടി വരും. അതെ, നാളെ ഇവർ സമർപ്പിക്കുന്ന കുറ്റപത്രം ചിലപ്പോൾ കോടതി തള്ളും. അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം എന്താ, ഈ കേസ് SFI അന്വേഷണം റദ്ദാക്കണമെന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി പോയപ്പോൾ കേരള ഹൈക്കോടതി തള്ളി, കർണാടക ഹൈക്കോടതി പോയപ്പോൾ കർണാടക ഹൈക്കോടതി തള്ളി, ഡൽഹി ഹൈക്കോടതി പോയപ്പോൾ ഡൽഹി ഹൈക്കോടതി തള്ളി എന്നുള്ളതുകൊണ്ട് കൺകറന്റ് ജഡ്ജ്മെൻറ്റ്സ് തള്ളപ്പെട്ടിട്ടുള്ളതുകൊണ്ട് നാളെ ഹൈക്കോടതിയിൽ വരുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ വരുന്നത് തള്ളപ്പെടാനാണ് സാധ്യത. അതെല്ലാം വരുമ്പോൾ ബേബിയും CPM-ഉം മറുപടി പറയേണ്ടി വരും. അങ്ങനെ മറുപടി പറയേണ്ടി വരുമ്പോൾ പിണറായി വിജയനെ ഡംപ് ചെയ്താലേ ഈ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. പാർട്ടി വലിയ പ്രതിരോധത്തിലാകുമെന്ന് തീർച്ചയാണ്. എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്താണ്? പോയിന്റ് ഈ പാർട്ടിയുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമാണ് ഇതുമായി നിലനിൽപ്പിൻ്റെ, ഈ പാർട്ടിയുടെ അതിജീവന പ്രശ്നം. കേരളത്തിൽ മാത്രമുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ലിനിക്കലി ഡെഡായിട്ടുള്ള ഈ പാർട്ടിയുടെ അതിജീവന പ്രശ്നമായി പിണറായി വിജയൻ്റെയും മകളുടെയും പ്രശ്നം വരുമ്പോൾ 2 ഓപ്ഷനേ പാർട്ടിയുടെ മുമ്പിലുണ്ടാവും. ഒന്ന്, ഈ നാണം കെട്ടും പണം എന്ന് പറഞ്ഞ പോലെ അച്ഛനെയും മകനെയും ന്യായീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുകയാണോ നല്ലത്, അതോ അച്ഛനെയും മകളെയും ഡംപ് ചെയ്ത് പാർട്ടിയെ രക്ഷിക്കുകയാണോ നല്ലത്? ഇതിലേതാണ് എന്ന് വരുമ്പോൾ പാർട്ടിയെ രക്ഷിക്കുക എന്നുള്ളതല്ലേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇനി കാണാൻ പോകുന്ന ഘട്ടം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഡൗൺഫോൾ ആയിരിക്കും. അദ്ദേഹത്തെ പാർട്ടി തള്ളിപ്പറയും എന്നാണ്. അല്ല, തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ പാർട്ടിക്ക് അത് വലിയ ദോഷം ചെയ്യും. സാർ, പണ്ടൊരിക്കൽ പ്രകാശ് കാരാട്ടിനോട് പത്രക്കാർ ചോദിച്ചു, ലാവ്ലിൻ കേസിൽ CBI അങ്ങേക്ക് അറിയാമല്ലോ, അന്ന് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രകാശ് കാരാട്ട് പറഞ്ഞ മറുപടി, അദ്ദേഹം ഇപ്പോൾ ഭരണഘടനാ പദവികളിൽ ഒന്നുമല്ല ഇരിക്കുന്നത്, ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പോസ്റ്റാണ്, അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് രാജിവെക്കേണ്ട എന്നാണ് പറഞ്ഞത്. അതേ മാനദണ്ഡം തന്നെ ഇവിടെ ബേബി ഇപ്പോൾ ഈ കാര്യത്തിൽ, കാരണം ഇപ്പോൾ ഒരു ഭരണഘടനാ പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, അതേ നിയമം, അതേ ശൈലി, അതേ മാർഗം, ആ ന്യായം അതേപടി ബേബി ഇവിടെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? അല്ലാതെ അത് ഉപയോഗിക്കുകയോ ഇല്ലയോ എന്നുള്ളത് പ്രതിസന്ധിയുടെ ആഴം എത്രയായിരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും.
മനസ്സിലായി. അപ്പം ലാവ്ലിൻ കേസിൽ അത് ഉപയോഗിക്കൽ വളരെ എളുപ്പമായിരുന്നു. കാരണം ലാവ്ലിൻ കേസിൽ കുറ്റപത്രം കൊടുത്തു, പ്രതിയായി. അന്ന് അയാൾ പാർട്ടി സെക്രട്ടറിയാണ്, അധികാര സ്ഥാനത്തില്ല. ഇല്ല. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? നാളെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നാളെ ഇവർക്ക് സമൻസ് വന്നിരിക്കട്ടെ, സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ തുടരുന്നത് സംബന്ധിച്ചിട്ടുള്ള വലിയ ചോദ്യം ജനങ്ങളുടെ ഇടയിൽ നിന്നല്ല, പാർട്ടി അണികളിൽ നിന്ന് തന്നെ ഉയരും. പാർട്ടി അണികളിൽ നിന്ന് ഉയരുമ്പോൾ ബേബിക്ക് പാർട്ടിയുടെ എക്സിസ്റ്റൻസും പ്രശ്നമാണ്, ബേബിയുടെ പ്രതിച്ഛായയും പ്രശ്നമാണ്. ബേബി ഇപ്പോൾ ഒരു നല്ല പ്രതിച്ഛായയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബേബിക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, പിണറായി വിജയനും മകളെയും പിന്തുണച്ചുകൊണ്ട് ബേബിയുടെ ഉള്ള വില കളയാം. രണ്ട്, പിണറായി വിജയനും മക്കളെയും ഡംപ് ചെയ്തുകൊണ്ട് പാർട്ടിയുടെ വിലയും ബേബിയുടെ വിലയും വർദ്ധിപ്പിക്കാം. ഇതിലേത് ബേബി തീരുമാനിക്കും എന്നുള്ളതാണ് പ്രസക്തമായിട്ട് ആത്യന്തികമായിട്ട് ഉയരുന്ന ചോദ്യം. അദ്ദേഹം എന്ത് തീരുമാനിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഒരു വലിയ വെല്ലുവിളിയാണ് പാർട്ടിയെ കാത്തിരിക്കുന്നത്. ആരെ തള്ളും, ആരെ കൊള്ളും, അതാണ് പാർട്ടിക്ക് മുന്നിലുള്ള ചോദ്യം. അല്ല, ആ ചോദ്യത്തിനുള്ള മറുപടി അതങ്ങനെ തിയറിറ്റിക്കലായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. തിയറിറ്റിക്കലായിട്ട് നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം പിന്നെ ഇപ്പം ഓപ്ഷൻസ് രണ്ടാണെന്ന് പറഞ്ഞു. ആ ഓപ്ഷൻസിൽ ഓരോ ഓപ്ഷൻ എന്ന് പറയുന്നത് പിണറായിയെയും മകളെ ന്യായീകരിച്ച് പാർട്ടിയെ കുളത്തിലാക്കുക എന്നുള്ളതാണ്. രണ്ട്, പിണറായി വിജയനും മകളെ ഡംപ് ചെയ്തുകൊണ്ട് പാർട്ടിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ആത്യന്തികമായി പാർട്ടിയെ രക്ഷപ്പെടുത്തുകയാണോ പ്രധാനം, പിണറായി വിജയനും മകളെ രക്ഷപ്പെടുത്തലാണോ പ്രധാനം? ഈ ചോദ്യത്തിനാണ് നാളെ ബേബി മറുപടി പറയേണ്ടത്. മനസ്സിലായി. പിന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കലി ഡെഡ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വെന്റിലേറ്റർ ഊരിയാൽ മരിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടി ഒരച്ഛനെയും മകളെയും പിന്തുണച്ച് ആ പാർട്ടിയുടെ വെന്റിലേറ്റർ ഊരണോ, അതോ ഈ അച്ഛനെയും മകളെയും ഡംപ് ചെയ്ത് വീണ്ടും അതിനെ ശ്വാസത്തിലേക്കും ജീവനിലേക്കും കൊണ്ടുവരണോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ബേബി എന്ത് നിലപാടെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആളുകൾ. ഒരു വലിയ ശസ്ത്രക്രിയ വേണമോ വേണ്ടയോ എന്നൊരു തീരുമാനമാണ് എടുക്കേണ്ടത്. പക്ഷേ ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ രോഗി മരിക്കും, ശസ്ത്രക്രിയ ചെയ്താൽ രോഗി രക്ഷപ്പെടും. അപ്പോൾ ഞാൻ ശസ്ത്രക്രിയ വേണ്ട, രോഗി മരിക്കട്ടെ എന്ന് പറയുമോ, അതോ ശസ്ത്രക്രിയ ചെയ്ത് രോഗി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ? ഇതാണ് ആളുകൾ, ജനങ്ങളും പാർട്ടി അണികളും കാത്തിരിക്കുന്നു. പറഞ്ഞതുപോലെ ആശയപരമായ ഒരു ഉത്തരമല്ല, മറിച്ച് പ്രായോഗികമായ ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. അത് കാത്തിരുന്ന് കാണുകയേ നിവർത്തിയുള്ളൂ. വരട്ടെ, മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പാർട്ടിയെ രക്ഷിക്കുമോ അതോ അച്ഛനെയും മകളെയും രക്ഷിക്കുമോ? കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.